കർണാടക ധർമ്മസ്ഥല അന്വേഷണത്തിൽ വൻ വഴിത്തിരിവ്. മൃതദേഹം കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തി സുജാത ഭട്ട് രംഗത്തെത്തി. പരാതി വ്യാജമാണെങ്കിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ വരെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുൻ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മൊഴികളിലെ വൈരുദ്ധ്യവും കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളുമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് സൂചന. വെളിപ്പെടുത്തലിന് മുൻപ് വൻ ഗൂഢാലോചന നടന്നതായും പോലീസ് സംശയിക്കുന്നു. സാക്ഷിക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ഒഴിവാക്കണമെന്ന് SIT ഇന്നലെ തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ അനന്യ ഭട്ട് എന്ന മകളെ ധർമ്മസ്ഥലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായെന്ന് പരാതി നൽകിയ സുജാത ഭട്ട് തനിക്ക് അങ്ങനൊരു മകളില്ലെന്ന് യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സുജാത ഭട്ട് പറഞ്ഞു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സുജാത ഭട്ട് ഈ പ്രതികരണം മാറ്റി. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.